എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പലരും ഭവന വായ്പ, അതുപോലെ തന്നെ വസ്തു ഈടുവച്ചിട്ടുള്ള വായ്പ എന്നിവ എടുക്കാറുണ്ട്. ഇതിനായി ബാങ്കുകളിലും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ അവർ ധാരാളം രേഖകൾ ആവശ്യപ്പെടാറുണ്ട്. ഓരോ സമയത്തും ഓരോ രേഖകൾ ആവശ്യപ്പെടുകയും അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മറ്റ് രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒട്ടുമിക്ക ആളുകളുടെയും പരാതി. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായി തന്നെ കസ്റ്റമറെ അറിയുക, അതായത് നോ യുവർ കസ്റ്റമർ എന്നത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളാണ് ആദ്യമേ തന്നെ ബാങ്കുകളും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളും ചോദിക്കുന്നത്. ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയാണ് സാധാരണ രീതിയിൽ ചോദിക്കുന്നത്. ഈ രേഖകൾ കിട്ടുന്നതോട് കൂടിയിട്ട് അവർ സിബിൽ സ്കോർ നോക്കുകയും അത് അവരുടെ ക്രെഡിറ്റ് പോളിസിക്ക് അനുസരിച്ചിട്ടുള്ളതാണ് എങ്കിൽ അതനുസരിച്ച് ലോൺ പ്രോസസ്സ് ചെയ്യാനുള്ള മറ്റ് രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്യും. രണ്ടാമതായി ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വരുമാനം കാണിക്കുന്നതിനുള്ള രേഖകളാണ്. അതായത് ശമ്പളം മേടിക്കുന്ന ആളുകളാണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്, സാലറി സ്ലിപ്പുകൾ, 3 മാസത്തെ സാലറി സ്ലിപ്പുകൾ, അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ് തെളിയിക്കുന്ന രേഖകൾ, ഷോപ്പിൻ്റെ ലൈസൻസ്, ഇൻഡസ്ട്രിയുടെ ലൈസൻസ്, ഉദ്യം ലൈസൻസുകൾ, അതുപോലെ സ്ഥാപന സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള NOC, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും ആവശ്യപ്പെടാറുണ്ട്. മറ്റൊന്ന് ഈട് വയ്ക്കുന്ന വസ്തുവിനെ സംബന്ധിച്ചാണ്. ഈട് വയ്ക്കുന്ന വസ്തു അതിൻ്റെ ആധാരം, അതായത് ഡീഡ്, മുന്നാധാരം, പ്രയോ ഡീഡ്, അതായത് കഴിഞ്ഞ 30 വർഷമായിട്ട് കിട്ടിയിട്ടുള്ള ആധാരങ്ങളുടെ എല്ലാത്തിൻ്റെയും പകർപ്പ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നീട് എൻകംബ്രൻ സർട്ടിഫിക്കറ്റ്, അതായത് ബാധ്യത സർട്ടിഫിക്കറ്റ്, അതുപോലെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, അതായത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കരമടച്ച രസീത്, അതായത് ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, അതുപോലെ ROR, റെക്കോർഡ് ഓഫ് റൈറ്റ്സ്, അല്ലെങ്കിൽ തണ്ടപ്പേർ അക്കൗണ്ട് എക്സ്ട്രാക്റ്റ് അഥവാ തണ്ടപ്പേർ അക്കൗണ്ട് രജിസ്റ്റർ എന്ന പല പേരിൽ അറിയപ്പെടുന്ന ROR, അതുപോലെ ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ്, അതായത് ആ സ്ഥലത്ത് ഏതെങ്കിലും കെട്ടിടം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ കരമടച്ചതിൻ്റെ രസീത്, ഇവയൊക്കെയാണ് ആവശ്യപ്പെടാറുള്ളത്. ഇനി ഈ രേഖകൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ആധാരം സാധാരണ രീതിയിൽ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ സ്ഥലം മേടിക്കുകയാണ് എങ്കിൽ ആ വിൽക്കുന്ന ആളുടെ അടുക്കൽ ആധാരം ഉണ്ടായിരിക്കും, അതിൻ്റെ കോപ്പി ഉണ്ടായിരിക്കും, മുൻ ആധാരങ്ങളും അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരിക്കും. ബാധ്യത സർട്ടിഫിക്കറ്റ് നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് അപേക്ഷിക്കേണ്ടത്. അത് അക്ഷയ സെൻറ്റർ വഴിക്ക് നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. ഏത് ബാങ്കിലേക്കാണ് ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് എന്നുകൂടി അവിടെ പറയേണ്ടി വരും. രണ്ടാമത് പൊസഷൻ സർട്ടിഫിക്കറ്റ്, അതായത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. ഇത് ലഭിക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്, എന്നാൽ അക്ഷയ സെൻറ്റർ വഴിക്ക് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ROR എന്ന് പറയുന്നത് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുന്നത്. അത് അവിടെ നിന്ന് 1 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അവർ തന്നെ തരുന്നതാണ്. മറ്റൊന്ന് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ആ സ്ഥലത്തുള്ള വില്ലേജ് ഓഫീസിൽ നിന്നാണ് ലഭിക്കുന്നത്. മറ്റൊന്ന് ബിൽഡിംഗ് ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നാണ്. ഇത്രയും രേഖകളാണ് സാധാരണ ഗതിയിൽ ബാങ്കുകളും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളും ആവശ്യപ്പെടാറുള്ളത്. ഇത് കൂടാതെ മറ്റ് രേഖകളും അവരുടെ ക്രെഡിറ്റ് പോളിസി അനുസരിച്ച് ആവശ്യപ്പെടാവുന്നതാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.